സ്ത്രീകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന 3 പ്രധാന ക്യാൻസറുകളാണ് സ്തന ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ. ഇത്തരം ക്യാൻസറുകളെ എങ്ങനെ നേരത്തെ കണ്ടെത്താം? പ്രതിരോധിക്കാൻ സാധിക്കുമോ? ചികിത്സ എങ്ങനെയാവണം? ഈ ക്യാൻസറുകളുടെ എല്ലാം പ്രത്യേകത ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് ഇവ പെടുന്നത് എന്നതാണ്. ജീവിതശൈലിയും ക്യാൻസറുകളും തമ്മിൽ എന്താണ് ബന്ധം? ഇത്തരം ക്യാൻസറുകളെ തടയാനും ഒരിക്കൽ വന്നാൽ വീണ്ടും വരുന്നത് ഒഴിവാക്കാനുമായി എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മൾ ക്യാൻസറുകളെ കുറിച്ച് സംസാരിക്കുമ്പം ആദ്യമായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയണം. ബേസിക്കലി ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതശൈലിയിലെ വ്യതിയാനങ്ങളും ഉണ്ടാകുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഇംബാലൻസ്, ഏതെങ്കിലും വൈറ്റമിൻ്റെ കുറവോ അല്ലെങ്കിൽ ടോക്സിൻസ് എന്തെങ്കിലും ഈ സ്മോക്കിങ് അല്ലെങ്കിൽ ആൽക്കഹോള് അല്ലെങ്കിൽ നമ്മളുടെ പെസ്റ്റിസൈഡ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ അടിയുന്നത് കൊണ്ട് നമ്മുടെ സെല്ലിലെ ജനറ്റിക് മെറ്റീരിയലിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. അങ്ങനെ ഇപ്പം മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്, അങ്ങനെ പല മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സെല്ലിൻ്റെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവുകൊണ്ട് ഡിവൈഡ് ചെയ്യാനും അത് ഇൻഹിബിറ്റ് ചെയ്യാനും അത് കൂട്ടാനും കുറയ്ക്കാനുമുള്ള കഴിവുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് അവസാനം ഈ സെല്ലിന് അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും എല്ലാം വ്യത്യാസം വന്നാൽ സെല്ലുകൾ തന്നെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാനും അതിപ്പം ലിവറിൻ്റെ സെല്ലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ലേഡീസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രസ്റ്റിലെ സെല്ലാണെങ്കിൽ ബ്രസ്റ്റിലിരിക്കേണ്ട സെല്ല് അത് അബ്നോർമലായി അത് ലിവറിലേക്കോ ബ്രെയിനിലേക്കോ ബോണിലേക്കോ ഒക്കെ പോവുകയാണ്. അതുപോലെ യൂട്രസിനകത്തെ ഒരു രീതിയിലാണ് ആ സെല്ലുകളുടെ അതിൻ്റെ ന്യൂക്ലിയസ് മുതൽ സെല്ലുകൾ ജസ്റ്റ് ഒരു ഇതല്ല, അതിനകത്ത് പല ഓർഗാനിസംസ് ഉണ്ട്, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. ഇതിനെല്ലാം വരുന്ന വേരിയേഷൻസ് വന്ന് അവസാനം ആ സെല്ലിന് അതിൻ്റെ സ്വന്തം ക്യാരക്ടർ നഷ്ടപ്പെട്ട് അത് ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അത് മറ്റുള്ളിടത്തേക്ക് ഇപ്പോൾ യൂട്രസിൽ നിന്ന് പുറത്തേക്കും വളരാൻ തുടങ്ങും, മറ്റു സ്ഥലത്തേക്കൊക്കെ ഇത് വ്യാപിക്കാൻ തുടങ്ങും. അതുപോലെ ഓവറിയിലാണെങ്കിലും അവിടുത്തെ ഓവറിയിലെ സെല്ലുകൾക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഓരോ അവയവത്തിലും സെല്ലുകൾ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവരിലെല്ലാം ഉള്ള ജനറ്റിക് മെറ്റീരിയൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വേരിയേഷൻസ് ആണ് വരുമ്പോഴാണ് അതിൻ്റെ ഡിവിഷൻ കൺട്രോൾ, അതായത് സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താണല്ലോ ഒരു അബ്നോർമൽ സെല്ല് അല്ലെങ്കിൽ ഒരു രോഗം ബാധിച്ച സെല്ലിനെ മാറ്റി പുതിയതിനെ ഉണ്ടാക്കണം. അപ്പം അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് രോഗം ബാധിച്ചതിനെ മാറ്റിക്കളയേണ്ടത്. പക്ഷെ നമ്മളുടെ ക്യാൻസർ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ക്യാൻസറിൻ്റെ അബ്നോർമലായിട്ടുള്ള ക്യാൻസർ സെല്ലെന്ന് പറഞ്ഞാൽ അബ്നോർമലാണ്, അതിനെ നശിപ്പിക്കാൻ പറ്റുന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആവും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കുമാണ് ഇത് സ്പ്രെഡ് ചെയ്യാനും കൂടെ തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെ കാരണം അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയിലെ വ്യതിയാനം, പ്രത്യേകിച്ച് എങ്ങനെയുള്ളവരിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓവർ വെയിറ്റ് ഉള്ളവർ, അതുപോലെ എക്സസൈസ് ഒന്നുമില്ലാതെ സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സ് ഉള്ളവർ, അതുപോലെ ന്യൂട്രീഷണൽ ഇംബാലൻസ്, അത് ഭയങ്കര വണ്ണമൊക്കെ ആയിരിക്കും പക്ഷെ അവർക്ക് വല്ല ന്യൂട്രീഷൻ്റെയും കുറവായിരിക്കും. ഇപ്പോൾ ഒബീസ് ആയിട്ടുള്ള പലരെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് കാണുന്നത്, അവർക്ക് വലിയ തടിയൊക്കെ ഉണ്ട്, നമ്മൾ വരുന്നതും വലിയ ഹെൽത്തി ഒക്കെ ആണെന്ന്, പക്ഷെ അവർക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പലപ്പോഴും പല വേരിയേഷൻസും വന്നിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ വരുന്ന കഴിയുന്നത് പിന്നെയുള്ള വേറൊരു ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. അതായത് നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഫാക്ടറി ആണല്ലോ. ഈ കെമിക്കൽ ഫാക്ടറിയിലെ മെക്കാനിസംസ്, അതായത് ആ പ്രൊഡക്ഷൻ കാര്യങ്ങൾ തെറ്റുമ്പോഴാണ് നമ്മൾ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡിസ്ലൈപ്പിഡീമിയ, ഇതൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതായത് നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ ആക്ടിവിറ്റി കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. അപ്പം നമുക്ക് ഇപ്പം ഡയബറ്റീസിലാണെങ്കിൽ എന്താ പറ്റുന്നത്, നമുക്ക് ഗ്ലൂക്കോസിനെ വേണ്ടതുപോലെ മാനേജ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരിലേക്കാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. പിന്നെ പല രോഗങ്ങൾക്കായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ മരുന്നുകളെല്ലാം ഒന്നാമത് അവർക്കൊരു രോഗമുണ്ട്, അപ്പോൾ തന്നെ അവർക്ക് മെറ്റബോളിക് ഡിസോർഡർ ഉണ്ട്,
പലപ്പോഴും ഇമ്മ്യൂണോളജി തെറ്റിയിരിക്കുകയായിരിക്കും, ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എന്നാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് മെറ്റബോളിക്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, അല്ലെങ്കിൽ അലർജി, ആസ്മ, ഓട്ടോഇമ്യൂൺ ഡിസീസ്, ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിലാണ് പെടുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടുന്നതാണ് ക്യാൻസറിനും കാരണം. ഇൻഫ്ലമേഷൻ്റെ ഒരു കൂടി അവസാനം അതിൻ്റെ കൺട്രോളും പോകുമ്പോഴാണ് ഈ ക്യാൻസറൊക്കെ സ്പ്രെഡ് ആകാൻ തുടങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ അണ്ഡാശയം, ഗർഭാശയം അല്ലെങ്കിൽ ബ്രസ്റ്റ്, ഇതെല്ലാം ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരിൽ ഇത്തരം ക്യാൻസറുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീ സഹജമായിട്ടുള്ള ഇത്തരം ക്യാൻസറുകൾ. അതിൽ ഒന്ന് ഇറഗുലർ പീരിയഡ്സ് തെറ്റി വരുന്നവർ, അടുപ്പിച്ച് വരികയോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴേ വരികയുള്ളൂ, വരുമ്പം ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ഇത്തരം പേഷ്യൻസിനൊക്കെ, ഇത്തരം ലേഡീസിനൊക്കെ ക്യാൻസറിലേക്ക്, ബ്രസ്റ്റ് ക്യാൻസറോ ഗർഭാശയ ക്യാൻസറോ അണ്ഡാശയ ക്യാൻസറോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നിട്ടുള്ളവർക്ക്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ അണ്ഡാശയത്തെയോ അല്ലെങ്കിൽ യൂട്രസിനെയോ ബേസിക്കലി പലപ്പോഴും ഏറ്റവും കൂടുതൽ അണ്ഡാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഇൻഫെർട്ടിലിറ്റി വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അപ്പോൾ അവിടെ തന്നെ ഒരു ജെനറ്റിക് പ്രിഡിസ്പോസിങ് ഫാക്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷൻസ്, PCOD ഉള്ളവർക്ക്, ഇവർക്കൊക്കെ യൂട്രൈൻ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് ഈ തൈറോയ്ഡ് പേഷ്യൻസ് ഉണ്ടല്ലോ, പലപ്പോഴും ഉണ്ട്, ലേഡീസ് ഒത്തിരി പേര് കാണാറുണ്ട് ഹൈപ്പോ തൈറോയിഡിസം, ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിന് വേണ്ടിയിട്ട് തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവിടെയും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതാണേലും അതുള്ളവർക്ക് ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ യൂട്രസ് സംബന്ധമായോ അല്ലെ ബ്രസ്റ്റ് സംബന്ധമായോ ഒക്കെ ക്യാൻസർ വരുന്നവരും മിക്കവാറും വർഷങ്ങളായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ആണെങ്കിലും പല ലേറ്റസ്റ്റ് സ്റ്റഡീസും കാണിക്കുന്നത് തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ് ആണ്. ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നതിൻ്റെ ഒന്ന് ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ക്യാൻസർ വരുന്നതിന് മുമ്പ് പല പേഷ്യൻസും ഒരു സ്ട്രെസ് കണ്ടീഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഇപ്പം നമുക്ക് ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒക്കെ ആണെങ്കിൽ വെസ്റ്റേണേഴ്സിലൊക്കെ ആണെങ്കിൽ 60-65 വയസ്സിലാണ് മാക്സിമം ചാൻസ് വരുന്നത്. പക്ഷേ ഇന്ത്യൻസിൽ അതിൽ 40-45 വയസ്സിലേക്കും വരുന്നു എന്നാണ്. ഇപ്പം നമ്മൾ കാണാറുണ്ട് ഈവൻ അറൗണ്ട് 30s കുട്ടികൾക്ക് തന്നെ, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, വനിതകൾക്ക് തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും ഒക്കെ കാണുന്നത്. ഒരു 10-40 വർഷം മുമ്പ് അങ്ങനെ നമ്മൾ കാണാറില്ല. മിക്കവാറും വളരെ പ്രായമായ പോസ്റ്റ് മെനപ്പോസിൽ അല്ലെങ്കിൽ അറൗണ്ട് മെനപ്പോസ് സമയം അർദ്ധവിരാമത്തോടെ എടുക്കുമ്പോൾ ഒക്കെ ഇത്തരം ക്യാൻസറൊക്കെ കാണാറുള്ളൂ. ഇപ്പോഴും വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയാണ്. യൂഷ്വലി ഒരു ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ആവറേജ് ഏജ് എന്ന് പറയുന്നത് അറൗണ്ട് 60 ആണ്. പക്ഷെ നമുക്കിപ്പോൾ അത് 45 ആണെന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ ലേഡീസിൻ്റെ ഒക്കെ പലപ്പോഴും വരുന്നതിൽ പല ക്യാൻസറുകൾക്കും കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ. പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രെസ് ഉണ്ടാക്കുന്ന പിള്ളേരുടെ പഠിത്തമാണ്. പിള്ളേരുടെ പഠിത്തം, ജോലി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ അമ്മമാർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. അതും നമ്മുടെ ക്യാൻസർ പോസിബിലിറ്റി കൂട്ടുകയാണ്, പ്രത്യേകിച്ച് ഈ ടൈപ്പ് ഓഫ് ക്യാൻസർ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുത്ത് പിള്ളേരെ ഡോക്ടറാക്കണം, എൻജിനീയറാക്കണം, അവർക്ക് വലിയ ജോലി വേണം, ഇങ്ങനെയൊക്കെ കിടന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളൊരു രോഗിയും കൂടെ ആകുകയാണെന്നുള്ളത് ഓർക്കണം. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ടോക്സിൻസ് ആണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ ഫുഡിൽ തന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനകത്ത് പ്രത്യേകിച്ച് അതിനകത്ത് ചൂട് ഉള്ള ഫുഡും കൂടെ പ്ലാസ്റ്റിക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കെമിക്കലുകൾ പുറത്തേക്ക് വരും. അതും ഒരു ഈസ്ട്രജനിലേക്ക് ആക്ടിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്ട്രൈനോ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനുമായിട്ടുള്ളൊരു സാമ്യം പോലെ അത് ചില റിസപ്റ്റേഴ്സിലേക്ക് വർക്ക് ചെയ്യും. അതും ഒരു കാരണമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
പിന്നെ നമ്മൾ പല നമ്മൾ ഈ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് എൻഡോമെട്രിയൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹെയർ സ്ട്രൈറ്റ്നസ്, ഹെയർ കളേഴ്സ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്യാൻസർ കൂടുന്നു. അതിന് ഇപ്പോൾ US അത് സംബന്ധിച്ച് ഒത്തിരി ലിറ്റിഗേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈവൻ നമ്മളുടെ ഇന്ത്യൻ കമ്പനീസാണ് പലതും കോസ്മെറ്റോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഹെയർ സ്ട്രൈറ്റ്നസ് ഇതൊക്കെ, പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബ്ലാക്ക് പോപ്പുലേഷൻ ഉണ്ടല്ലോ, ആഫ്രിക്കൻ, അവരുടെ ഹെയർ വളരെ ചുരുണ്ട ടൈപ്പാണല്ലോ. അപ്പോൾ അവരൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി പേർക്കും കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കേസും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ തന്നെയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസാണ് സ്ട്രെയിറ്റ് ഹെയറിനോട്. അപ്പോൾ ആ ഹെയർ സ്ട്രെയിറ്റനിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, അതുപോലെ ഹെയർ കളർ നമ്മളിവിടെ എല്ലാവരും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ അല്ലെ 50 വയസ്സാകുമ്പോൾ പോലെ എല്ലാവരും ഡൈ ചെയ്ത് തുടങ്ങും. ഈ ഹെയർ കളറുമായിട്ടും കൂടെ ബന്ധമുണ്ട് ഡൈ ചെയ്യുന്നതായിട്ടെന്നാണ്. അതും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ ലേഡീസിനെ സംബന്ധിച്ച്, ലേഡീസാണല്ലോ ഏറ്റവും കൂടുതൽ, ഹസ്ബൻഡ് ഡൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും മിക്കവാറും ലേഡീസ് ഡൈ ചെയ്യും. അപ്പം അതും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനത്തെ കെമിക്കൽസ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആണുങ്ങളെക്കാളും കൂടുതൽ ലേഡീസാണ്. അപ്പോൾ ലേഡീസിന് ഇങ്ങനെ ഈ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും ഒവറിൻ ക്യാൻസറും ഒക്കെ വരാനുള്ള സാധ്യതയും കൂടെ കൂടും ഇത്തരം സാധനങ്ങളുടെ ഉപയോഗം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. പിന്നെ പഴയ കാലത്ത് നമ്മൾ എല്ലാത്തിലും കോസ്മെറ്റിക്, ഇപ്പം അധികം നേരം ഇങ്ങനെ പൗഡർ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കുറേ സ്റ്റഡീസ് ഉണ്ട്, കുറച്ച് ഇപ്പോഴത്തെ പണ്ട് തന്നെ സ്റ്റഡീസിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പൗഡർ ഉണ്ടല്ലോ, പൗഡർ അതിൽ മുഖത്ത് മാത്രമല്ല പ്രൈവറ്റ് ഏരിയയിലും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഓവേറിയൻ ക്യാൻസർ വരുന്നെന്ന് പല സ്റ്റഡികളും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഏരിയസിലൊക്കെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കെമിക്കലി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ഇത് ചെയ്യരുത്. നമ്മൾ ഹെൽത്തി ആയിട്ട് ജസ്റ്റ് ഈവൻ ഇപ്പോഴൊക്കെ എല്ലായിടത്തും പലരും പലതരം വാഷുകൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെരി കെയർഫുൾ ആവണം. അവിടെ ശരിക്കും നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുക, മാക്സിമം സോപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ പോലെയുള്ളത്, ഇപ്പോൾ ജസ്റ്റ് കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളവിടെ ഹെൽത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള കെമിക്കൽസുകൾ ഒക്കെ, പ്രത്യേകിച്ച് ഈ ബോഡി ലോഷൻസ് ഒക്കെ അങ്ങനത്തെ ഏരിയയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. പിന്നെ ഉള്ളത് നമുക്ക് ക്യാൻസർ കൂടാനുള്ളൊരു കാരണം ഫുഡ് അഡിക്റ്റീവ്സ് ആണ്. അതുപോലെ നമ്മളുടെ കൃഷിയിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും. ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിലും നമ്മൾ ഈ ബേക്കറി ഐറ്റംസ്, ഇവൻ തൊട്ട് നമുക്ക് ബിരിയാണി പോലും ഇപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിരിയാണി വരുന്നില്ല. അതിനും പലതരം ടേസ്റ്റ് മേക്കേഴ്സും പ്രിസർവേറ്റീവ്സും എല്ലാം ആഡ് ചെയ്യുന്നു. ഇതെല്ലാമാണ് നമ്മളുടെ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലായിട്ട് ക്യാൻസർ ഉള്ളവരും അല്ലാത്തവരും നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കണം. കോസ്മെറ്റിക്സ്, കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെയുള്ള ഫുഡ്, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ, പിന്നെ ഈ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ. ഈവൻ നമ്മൾ പല സ്റ്റഡീസിൽ പല ഇതിലും കാണുന്നുണ്ട് ടിന്നിൻ്റെ കളർ ഒത്തിരി കൂടുതൽ വരുന്നു. കാരണം ഇപ്പോൾ ടിൻ കണ്ടെയ്നേഴ്സിൽ വരുന്ന സാധനങ്ങളും ഒത്തിരി കൂടുതലാണ്. ഈവൻ ഈ ഫോയിൽ പേപ്പറിലൊക്കെ ടിന്നുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. പല നമ്മുടെ ടെസ്റ്റുകൾ നോക്കുമ്പം ടിന്നിൻ്റെ അളവ്, ആർസനിക്കിൻ്റെ അളവ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. അതൊക്കെയും നമ്മുടെ ക്യാൻസർ പോസിബിലിറ്റി കൂട്ടുന്നുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാൻസറുമായിട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഇത്തരം ടോക്സിക് എലമെൻറ്റ്സ് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാവുന്നത് എന്താണ് ക്യാൻസർ വരാൻ നമ്മളിപ്പോൾ എങ്ങനെയുള്ളവരിലാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് നേരത്തെ കണ്ടു. ഇപ്പം എല്ലാവർക്കും അറിയാം, നേരത്തെ കണ്ടുപിടിക്കുകയാണ് ക്യാൻസറിനകത്ത് രക്ഷപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് മാർഗം നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ പോലും നമ്മളിപ്പോൾ ഒരു 2 രീതിയിലാണ് നമ്മൾ ഈ ഏർലി ഡിറ്റക്ഷനെ കാണേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് ഇതൊരു ജീവിതശൈലി രോഗമാണ്, അതിൻ്റെ ഒരു തുടക്കം തന്നെ കണ്ടുപിടിച്ച് ജീവിതശൈലി കൊണ്ട് അതിനെ മാറ്റാൻ നോക്കണം. അല്ലാതെ പക്ഷെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോഴേ നമ്മൾ വളരെ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഓർഗൻ അങ്ങ് എടുത്തു കളയുക. അപ്പം ലേഡീസ് എല്ലാം എന്താണെന്ന് വെച്ചാൽ യൂട്രസ് അങ്ങ് എടുത്തു കളയും, ഓവറി എടുത്തു കളയും, ബ്രസ്റ്റ് എടുത്തു കളയും. അപ്പോൾ അതോടുകൂടി നമ്മൾ പ്രോബ്ലംസ് തീർന്നു അല്ല, അത് കഴിയുമ്പോൾ പിന്നെ റേഡിയേഷൻ ചെയ്യും, അത് കഴിഞ്ഞ് കീമോതെറാപ്പി എടുക്കും. അപ്പം നമ്മൾ ശരിയാണ്,
ബ്രസ്റ്റ് ഇപ്പോൾ രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ല ലോക്കൽ റെക്കറൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഏരിയയിലേക്ക് വരാം. ഇതൊക്കെ ചെയ്താലും പലർക്കും റെക്കറൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ അവയവം അങ്ങ് എടുത്തു കളയും, അത് തന്നെ എക്സ്റ്റെൻസീവായിട്ട് എടുത്തു കളയും. റേഡിക്കൽ മാസ്റ്റക്ടമി ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ റേഡിയേഷൻ എടുക്കും, കീമോ എടുക്കും. ഇതൊക്കെ ചെയ്താലും പലർക്കും വിതിൻ 1 or 2 years തിരിച്ചു വരികയും ചെയ്യും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറ്റിക് ചേഞ്ച് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ബ്രസ്റ്റിലെ സെല്ലിലാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വന്നതിലും മറ്റുള്ളിടത്തും ഉണ്ടാകാം. അപ്പം നമ്മൾ നമ്മളുടെ ജീവിതശൈലി അതുപോലെ തന്നെ നമ്മൾ ഈ അവയവമൊക്കെ എടുത്തു കളഞ്ഞു, കുറേ കീമോ റേഡിയേഷൻ എടുത്തു. പക്ഷേ ഈ ചേഞ്ചസ് ഒക്കെ നമ്മളുടെ മറ്റ് സെല്ലുകളിലും ഉണ്ടാകും. അവിടെ വീണ്ടും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പിന്നെയും റെക്കറൻസ് വരാനുള്ള കാരണം. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലെ പ്രോബ്ലം കൊണ്ടാണല്ലോ ഈ ജനറ്റിക് ചേഞ്ച് വന്നത്. അപ്പം നമ്മൾ ആ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മളുടെ ഈ റൂട്ട് കോസ് മാറ്റാനാണ് നോക്കേണ്ടത്. അതിന് പകരം നമ്മളുള്ള കെമിക്കലെല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ റേഡിയേഷൻ ആണെങ്കിലും കീമോതെറാപ്പിയിലെ പല മെഡിസിൻസ് ആണെങ്കിലും ഈവൻ ഇമ്മ്യൂണോതെറാപ്പി മെഡിക്കേഷൻസ് ആണെങ്കിലും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ക്യാൻസർ ഒന്നില്ലെങ്കിലും വേറെ ക്യാൻസർ വരാനുള്ള സാധ്യത വരും. അപ്പം അതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പം നമ്മൾ ഏർലി ഡിറ്റക്ഷൻ്റെ ഉദ്ദേശം തന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് റിമൂവ് ദ ഓർഗൻ ആൻഡ് ടേക്ക് എല്ലാം ഇത് ചെയ്യാന്നുള്ളതാവരുത്. ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് നമുക്ക് ഓൾറെഡി വന്നിരിക്കുന്ന നമ്മളുടെ സെല്ലിലെ ചേഞ്ചസ് മാറ്റി റിവേഴ്സ് ചെയ്ത് നമ്മുടെ ജീവിതശൈലി റിവേഴ്സ് ചെയ്ത് എന്താണോ കാരണമായ അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഒബേസിറ്റി ഉള്ളവർക്കും, ഒബേസിറ്റി വരുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് വരും, ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ് വരും. അതാണ് ഈ ക്യാൻസറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ബോഡിയുടെ ഷേപ്പ് തെറ്റുമ്പോൾ തന്നെ, അല്ലെ ബോഡി കോമ്പോസിഷൻ തെറ്റുമ്പോൾ, ഓവർ വെയിറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കാൻ റിവേഴ്സ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇപ്പം നമുക്ക് വെരി ഇഫക്റ്റീവ് ഇമ്മ്യൂണോ മാർക്കേഴ്സ്, ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഈ ട്യൂമർ മാർക്കേഴ്സ് ഇപ്പം നമുക്ക് ഓവറിക്കാണെങ്കിൽ ഓവറിക്കും യൂട്രസിനാണെങ്കിൽ CA-125 ഉണ്ട്. പിന്നെ ബ്രസ്റ്റിന് വേണ്ടിയിട്ട് CA-15.3 ഉണ്ട്. അങ്ങനെ പല ട്യൂമർ മാർക്കേഴ്സും ഉണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഏർലി, അതായത് നമ്മൾ സ്കാനിലൊക്കെ കണ്ടാലും ഹിസ്റ്റോപത്തോളജി, അതായത് ഒരു മുഴയായി വന്ന് സ്കാനിൽ കാണാൻ തുടങ്ങുന്ന സ്റ്റേജിലും അല്ലെങ്കിൽ ബയോപ്സിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കീമോതെറാപ്പിയും സർജറിയും ഒക്കെ സാധാരണ ചെയ്യുള്ളൂ. അതിനു മുമ്പേ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഏറ്റവും ബെസ്റ്റ് ട്യൂമർ മാർക്കേഴ്സാണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്. ESR കൂടുക, HSCRP കൂടുക, ബ്ലഡ് കൗണ്ട് കൂടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പോസിബിലിറ്റി ഉണ്ടെന്ന്. അവിടെ വെച്ച് തന്നെ നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ പിന്നെ ഒരിക്കലും നമ്മളത് ഒരു ക്യാൻസറിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരികയില്ല. പിന്നെ ഇപ്പം ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ ഉള്ളത്, അതായത് സ്ത്രീകളിൽ ക്യാൻസറിന് അമ്മയ്ക്കോ അല്ലെ സിസ്റ്റേഴ്സിനോ ഒക്കെ അങ്ങനെയുള്ളവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ജെനറ്റിക് സ്റ്റഡീസ് നടത്താവുന്നതാണ്. ജെനറ്റിക് സ്റ്റഡീസിലാണെങ്കിൽ BRCA1 and 2 എന്നും പറഞ്ഞു, അത് BRCA ഉള്ളവർക്ക് ചാൻസ് കൂടുതലാണെന്നാണ്. അത് ബ്രസ്റ്റ് ക്യാൻസറിനും ഉണ്ട്, അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസറിനും ചാൻസ് കൂടും. പിന്നെ ചില കോളൻ ക്യാൻസേഴ്സ് ഉള്ളവർക്കും ഒക്കെ അതൊരു ജെനറ്റിക് സ്റ്റഡി. അത് ചെയ്യുന്നത് ബ്ലഡിലാണ്, പക്ഷെ അത് കുറച്ചൊരു എക്സ്പെൻസീവ് സ്റ്റഡിയാണ്. അറൗണ്ട് 40,000 ഒക്കെ കോസ്റ്റ് വരും. അത് നല്ല പ്രോപ്പർലി ചെയ്യുന്ന ലാബ്സൊക്കെ അറൗണ്ട് 40,000 ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി എടുക്കുമ്പോൾ. പക്ഷെ വീണ്ടും നമുക്ക് BRCA പോസിറ്റീവ് ആണെങ്കിൽ പോലും, അതായത് ജെനറ്റിക്കലി നമ്മൾ പ്രിഡിസ്പോസ്ഡ് ആണോ എന്നാണ് അതുകൊണ്ട് അറിയുന്നത്. അതാണേലും നമുക്ക് വീണ്ടും ഒന്നേ ചെയ്യാനുള്ളൂ, നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എത്തുന്ന ടോക്സിൻസ് കുറയ്ക്കാൻ നോക്കുക. ബോഡി കോമ്പോസിഷൻ, ഓവർ വെയിറ്റ് ഇല്ലെന്ന്, നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ ഫുഡിൽ ഇൻഫ്ലമേറ്ററി ഫുഡ്, omega-6 കൂടുതലുള്ള ഫുഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ബോഡിക്ക് പറ്റാത്ത ഫുഡ് ഒഴിവാക്കുക. കളറും പ്രിസർവേറ്റീവ്സും ടോക്സിൻസും ഉള്ള ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ഈ ജെനറ്റിക് സ്റ്റഡി ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എല്ലാം എപ്പോഴും BRCA നെഗറ്റീവ് ആണെന്നും കരുതി ഇനി വരില്ല എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ജെനറ്റിക് സ്റ്റഡി ചെയ്താലും ഇല്ലെങ്കിലും നമ്മളുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ.
പിന്നെ ഉള്ളത് നമുക്ക് ക്യാൻസറിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസർ. അതിൻ്റെ കാരണം മെയിൻലി ഒരു നമ്മൾ വാർട്ട് ഇൻഫെക്ഷനാണ്, അതായത് പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. അതിന് നമ്മളിപ്പം വാക്സിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിൽ അതുകൊണ്ട് ഇപ്പോൾ സർവൈക്കൽ ക്യാൻസർ ഓൾമോസ്റ്റ് ഇല്ല എന്നായതുപോലെ വന്നിട്ടുണ്ട്, ഒത്തിരി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും നമ്മളും അത് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം നമുക്ക് അത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിരുന്നു. ഒരു കോഴ്സ് ഇഞ്ചക്ഷൻ ഏകദേശം 5,000 ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അത് ഫ്രീ ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും എടുക്കേണ്ടത് കുട്ടികൾ ടീനേജ് ടൈമിൽ 12 years ഒക്കെ ആകുമ്പോഴേക്കും, അതായത് സെക്ഷൽ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പാണ് എടുക്കേണ്ടത്. അപ്പം ഈ സർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ വൈറസിൻ്റെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻ വെച്ച് അത് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി വിതിൻ 1 or 2 years നമുക്കിവിടെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ അത് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓൾറെഡി അവൈലബിൾ ആയോ എന്ന് എനിക്കറിയില്ല. അതിൽ ഏകദേശം ഒരു 300 to 400 rupees അത് ഒരു വാക്സിൻ കിട്ടും. ഒരു 2 ഡോസും കണ്ടാണ്. അപ്പം അറൗണ്ട് 10,000 rupees അത് എല്ലാവർക്കും അഫോർഡബിൾ ആയ, മോസ്റ്റ് പ്രോബ്ലി ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ട് തരാനുള്ള പോസിബിലിറ്റി, ചിൽഡ്രൻ ആണല്ലോ കൊടുക്കുന്നത്, ചിൽഡ്രന് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലേഡീസിന് അല്ലാതെ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പാപ്പ് സ്മിയർ ആണ് നോക്കുന്നത്. ഈ സ്മിയർ നോക്കിയിട്ട് അതിലെന്തെങ്കിലും ഈ സെല്ലിൻ്റെ ചേഞ്ചസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും ആ ടെസ്റ്റ് തന്നെ നമുക്ക് ക്യാൻസർ പോസിബിലിറ്റി 10-20 വർഷം മുമ്പ് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അതിൽ ഇൻഫെക്ഷൻസ്, വെജനൈറ്റിസ്, അതായത് നമ്മൾ സെർവൈക്കൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പം അത് പോകാനുള്ള ചാൻസും അതിന് വേണ്ടിയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പാപ്പ് സ്മിയറിൽ അബ്നോർമാലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്യൂച്ചർ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പിന്നെയുള്ള ടെസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനാണ്. അത് നമുക്ക് ബ്രസ്റ്റിനും ചെയ്യാം, വയറിലും ചെയ്യാം. വയറിൽ നോക്കുമ്പം ഓവറിയുടെ കാര്യം, യൂട്രസിൻ്റെ കാര്യം ഒക്കെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു വൺസ് ഇൻ എ ഇയർ അറ്റ്ലീസ്റ്റ് പ്രത്യേകിച്ച് നമ്മളൊരു 30 years ഒക്കെ കഴിഞ്ഞ് വൺസ് ഇൻ എ ഇയർ അൾട്രാസൗണ്ട് സ്കാൻ അബ്ഡോമൻ്റെ എടുക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക്, കാരണം ബ്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് പാൽപേഷൻ, നമുക്ക് തന്നെ സെൽഫ് പാൽപേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്തെങ്കിലും മുഴയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പം അതറിയാൻ പറ്റും. പക്ഷെ ഓവറിയിലോ യൂട്രസിലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിൽ തൊട്ട് നോക്കിയാലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെ നമ്മൾ സെൽഫ് പാൽപേഷൻ വെച്ചൊന്നും അറിയാൻ പറ്റില്ല. അവിടെയാണ് അൾട്രാസൗണ്ട് സ്കാനിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വൺസ് ഇൻ എ ഇയർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻഡോമെട്രിയത്തിൻ്റെയും യൂട്രസിൻ്റെയും ഓവറിയുടെയും ഒക്കെ കണ്ടീഷൻ അറിയാം. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ലിവറിൽ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടോ എന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈവൻ ഫാറ്റി ലിവർ ഉള്ളവർക്കും അതുപോലെ ഗോൾ ബ്ലാഡർ ഡിസീസ്, അതെല്ലാം ഒരു മെറ്റബോളിക് ഡിസോർഡറിലാണ് പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈവൻ അത്തരം ഒരു ചേഞ്ച് കണ്ടാൽ തന്നെ നമ്മൾ ഫാറ്റി ലിവറിനെ ഉദ്ദേശിച്ച് മാത്രമല്ല എടുക്കേണ്ടത്, ഈവൻ ഒരു ക്യാൻസർ പ്രിവെൻഷൻ എന്നുള്ള നിലയിലും കൂടെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏർലി ഡിറ്റക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യാറുള്ളത് മാമോഗ്രഫിയാണ്. ബ്രസ്റ്റിനാണ് മാമോഗ്രഫി. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അത് റേഡിയേഷൻ, എക്സ്റേ വരുന്നുണ്ട്. അതും ഈ മൾട്ടിപ്പിൾ പ്രാവശ്യം പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 1 വർഷവും 2 വർഷമൊക്കെ കൂടുമ്പോൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പലപ്പോഴും പല ഡോക്ടേഴ്സൊക്കെ നേരത്തെ അഡ്വൈസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ തന്നെ നടത്തിയിരിക്കുന്ന സ്റ്റഡീസും ഒക്കെ പറഞ്ഞു അവരാണ് കൂടുതലും മാമോഗ്രഫിയൊക്കെ ചെയ്തത്. നമ്മൾ അത്രയധികം മാമോഗ്രഫി ഒന്നും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് ഈ എല്ലാ വർഷവും അല്ല 2 വർഷം കൂടുമ്പം അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയേഷനാണ്. റേഡിയേഷൻ നമ്മളുടെ ക്യാൻസർ പോസിബിലിറ്റി വർദ്ധിപ്പിക്കും എന്നുള്ളത് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ അധികം ഈ ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് നമുക്ക് പുറമേ തൊട്ട് നോക്കാവുന്ന കാര്യമാണ്. അത് എല്ലാ മന്തിലും നമ്മൾ എല്ലാ മാസവും പ്രത്യേകിച്ച് പീരിയഡ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സെൽഫ് പാൽപേഷൻ ചെയ്യുക. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ അന്നേരം ഫസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും അൾട്രാസൗണ്ട് സ്കാനാണ്.
അൾട്രാസൗണ്ട് സ്കാനിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെയാണ് ഒരു മാമോഗ്രഫിക്ക് ഉള്ളൊരു പോസിബിലിറ്റി. പിന്നെ നെക്സ്റ്റ് ഒരു ഇതായിട്ട് മാത്രം മാമോഗ്രഫി, അതൊരു അബ്നോർമാലിറ്റി തോന്നിയാൽ മാത്രമാണ്. അല്ലാതെ ഒരു റുട്ടീൻ എല്ലാ വർഷവും ചെയ്യുക, 2 വർഷം കൂടുമ്പോൾ ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കും. ജസ്റ്റ് എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം മാമോഗ്രഫിയിലോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലോ മുഴ കാണുകയാണെങ്കിൽ നമ്മളത് ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയാൻ നമ്മളൊരു FNAC ടെസ്റ്റാണ് നമ്മൾ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ടിഷ്യൂ തന്നെ എടുത്തിട്ട് അതിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ല മാമോഗ്രഫിയിൽ ഇപ്പം നമ്മൾ ക്ലിയർ എവിഡൻസ് ഓഫ് ഇത് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐദർ ഫൈൻ നീഡിൽ ആസ്പിറേഷന് പോകാം, അല്ല നേരെ തന്നെ ഒരു ക്ലിയർ സസ്പിഷൻ ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഒരു പെറ്റ് സ്കാനിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ പെറ്റ് സ്കാനിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു റീസണബിൾ ക്ലാരിറ്റിയോടെ ക്യാൻസർ ആണോ, അതിന് സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. അത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ബയോപ്സി കഴിഞ്ഞിട്ടാവും. പക്ഷെ എപ്പോഴും നല്ലത് ഇതിൽ ഏറ്റവും ക്ലാരിറ്റിയോടെ കിട്ടുന്നത് നമ്മളൊരു ക്ലിയർ സസ്പിഷൻ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പെറ്റ് സ്കാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റിയോടെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പിന്നെ ട്യൂമർ സെല്ല് മ്യൂട്ടേഷൻ സ്റ്റഡീസ് ഒക്കെയാണ്. അത് നമ്മൾ ഏത് മരുന്നാണ് ഇഫക്റ്റീവ് ആകുക അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ER റിസപ്റ്റേഴ്സിൻ്റെ ചില റിസപ്റ്റർ സ്റ്റഡീസൊക്കെ, അതിന് ചില ഇമ്മ്യൂണോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആകുമോ, അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആകുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതായത് ഈ ക്യാൻസർ വരാൻ കാരണം തന്നെ ജനറ്റിക് മ്യൂട്ടേഷൻസ് ആണല്ലോ. അപ്പോൾ മ്യൂട്ടേഷൻ സ്റ്റഡീസും വെച്ചിട്ടും പലപ്പോഴും അത് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് വേണ്ടി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വരുമ്പം ഏറ്റവും ക്യാൻസറിനേക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്ന് പറയാം. കാരണം എല്ലാ ക്യാൻസർ ഇതിലും എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റാഡിക്കൽ സർജറി. ഇപ്പം ബ്രസ്റ്റ് ആണെങ്കിൽ ബ്രസ്റ്റ് എടുത്ത് കളയാം, ജസ്റ്റ് ബ്രസ്റ്റ് എടുത്ത് കളയല്ല, ആ ബ്രസ്റ്റിനോടനുബന്ധിച്ചുള്ള ലിംഫ് നോട്ട്സും അതിൻ്റെ അപ്പം മസിലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും കൂടെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി സർജറി കഴിഞ്ഞവർക്ക് കൈക്ക് നീര്, കൈക്ക് ബലക്കുറവ്, വേദന, അങ്ങനത്തെ പല സൈഡ് ഇഫക്ട്സും വരുന്നതുകൊണ്ട് എക്സ്റ്റെൻസീവ് സർജറീസ് ആണ്. കാരണം ആ ക്യാൻസർ മൊത്തം എടുത്ത് കളയണമെന്നുള്ള അതിൽ വെച്ച് നമ്മൾ മോർ റാഡിക്കലായിട്ടുള്ള സർജറീസ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെയുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഡിയേഷൻ, പിന്നെ കീമോതെറാപ്പി, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോൺ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും ഒത്തിരി നമ്മളിതെല്ലാം ബേസിക്കലി ഈ റേഡിയേഷനും റാഡിക്കൽ സർജറിയും കീമോയും എല്ലാം ഡിസ്ട്രക്റ്റീവ് സർജറീസാണ്, ഡിസ്ട്രക്റ്റീവ് കാര്യങ്ങളാണ് വരുന്നത്. അതായത് ക്യാൻസറിനെ നശിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഈവൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണം ശരിക്കും. വേറൊരു ക്യാൻസർ സെല്ല് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് നശിപ്പിക്കേണ്ട കാര്യം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. പക്ഷെ അതിനെല്ലാം നമ്മൾ നശിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ റേഡിയേഷനൊക്കെ വരുമ്പം അതിന് ചുറ്റുമുള്ള ഈവൻ നമുക്ക് റേഡിയേഷനൊക്കെ എടുത്തവർക്ക് ലങ് ക്യാൻസറിനും അങ്ങനത്തേനൊക്കെ നമ്മൾ ചെസ്റ്റിലല്ലേ എടുക്കുന്ന, ബ്രസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്, ലങ് ക്യാൻസറിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എൻഡോമെട്രിയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്രസിൻ്റെ ഏരിയയിലാണ് എടുക്കുന്നത്. അപ്പോൾ യൂട്രസിലാണെങ്കിൽ യൂട്രസിൽ ഉള്ളിൽ വെച്ചുകൊണ്ട്, അതായത് ബ്രാക്കിതെറാപ്പി എന്ന് പറയും, യൂട്രസിനകത്തേക്ക് റേഡിയേഷൻ സോഴ്സ് കയറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തെറാപ്പി ഉണ്ട്. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ റേഡിയേഷൻ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യാറുണ്ട്. സർവൈക്കൽ ക്യാൻസറിന് വേണ്ടി ചെയ്യാറുണ്ട്, എൻഡോമെട്രിയൽ ക്യാൻസറിനും ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ റാഡിക്കൽ സർജറി പ്ലസ് ഇതിലേക്കൊക്കെ പോകുന്നതിലും മോർ ഇഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിലും ഈവൻ എൻഡോമെട്രിയൽ, അതാണ് ഒരു വലിയ നമുക്ക് ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്ന യൂട്രസ് സംബന്ധമായ ക്യാൻസർ. കുറച്ച് നമ്മൾ ഫോർത്ത് സ്റ്റേജ് ഒന്നും എത്തിയില്ലെങ്കിൽ ഒരു 1ഉം 2ഉം ഒക്കെ ആണെങ്കിൽ പോലും ബ്രാക്കിതെറാപ്പി വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ സർജറി പോലും വേണ്ട, ഇല്ലാതെ നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനോട് ചുറ്റുമാണല്ലോ ബ്ലാഡറും റെക്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതിലും ചിലപ്പോൾ റേഡിയേഷൻ ഇഞ്ചുറീസ് ഒക്കെ വരാമെന്നുള്ളത്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏർലി ക്യാൻസറിൻ്റെ പേടി കൊണ്ട് നമ്മൾ ക്യാൻസർ ഒന്നും ഇല്ലെങ്കിൽ പോലും യൂട്രസിനൊരു ചെറിയ മുഴ വരുമോ
അല്ലെ മുഴ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നതാണ്. അപ്പോൾ അതൊന്നും ക്യാൻസറസ് ചേഞ്ച് അല്ല. അപ്പോൾ ചെറിയ ഒരു 2 സെൻറ്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡിനൊക്കെ പോലും സർജറി ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ യൂഷ്വലി ഈ പെരിമെനോപോസിൽ, അതായത് ഈ മാസക്കുള്ളിൽ നിൽക്കുന്നതിനോടടുത്തുള്ള ഒരു 3-4 വർഷം ലേഡീസിന് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള ബ്ലീഡിങ് വരും. അപ്പോഴും യൂട്രസ് എടുത്ത് കളയാന്നുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും ഉപകാരത്തേക്കാൾ കൂടുതൽ ദോഷവും വരാം. കാരണം യൂട്രസ് എടുത്ത് കളയുന്നതോടുകൂടി നമുക്ക് ആ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഉള്ള സിംറ്റംസേ ഇല്ലാതായി പോവുകയാണ്. യൂഷ്വലി ഹോർമോൺസ് ബ്ലീഡിങ് വരുത്തുന്ന എപ്പോഴാണ്? യൂഷ്വലി ഹോർമോണൽ ഇംബാലൻസ് വന്ന് ഈ പ്രൊജസ്ട്രോൺ ഇല്ല, ഈസ്ട്രജൻ കൂടുന്നു. അപ്പം അതാണ് ഈ പെരിമെനോപോസൽ സമയത്ത് ഈ ഓവുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഈ യൂട്രസും എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ബ്ലീഡിങ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ ഹോർമോണൽ ഇംബാലൻസ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓവറി എടുത്താലും ഓവറി എടുത്തില്ലെങ്കിലും. ഓവറി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഓവറി പോകും. പക്ഷേ പേഷ്യൻ്റ് ഓവർ വെയിറ്റ് ആയിരിക്കും. മിക്കവാറും സർജറി ഹിസ്റ്റക്ടമി ഒക്കെ കഴിയുമ്പോൾ വീണ്ടും വെയിറ്റ് വയ്ക്കും. അപ്പോൾ വീണ്ടും നമ്മളുടെ ഈസ്ട്രജൻ ലെവൽ കൂടും. നമ്മുടെ ബോഡിയിൽ ഓവറിയാണ് മെയിനായിട്ട് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അതുകൂടാതെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും അതുപോലെ അവിടെ നിന്ന് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ചില ഹോർമോൺസ് വെച്ച് നമ്മുടെ സ്കിന്നിനും ഈസ്ട്രജൻ ഉണ്ടാക്കാം. ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നതാണ് പല ക്യാൻസർ, പ്രത്യേകിച്ച് നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസറിനും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിനും സാധ്യത കൂട്ടുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഓർക്കണം. നമ്മൾ ആവശ്യമില്ലാതെ യൂട്രസ് എടുത്ത് കളയുന്ന ആ ഒരു പേടി കൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ അത് പോയാൽ യൂട്രസ് പോയി കഴിഞ്ഞാൽ പിന്നെ യൂട്രസിന് ക്യാൻസർ വരികയല്ലോ, ഓവറി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓവറിയുടെ ക്യാൻസർ വരികയല്ലോ എന്ന് കരുതും. പക്ഷെ പലപ്പോഴും അത് കഴിയുമ്പോൾ പല അസ്വസ്ഥതകളും വരും. കാരണം നമുക്ക് വേണ്ട ഓർഗനാണ്. അപ്പോൾ ഈ നമ്മൾ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് കാണിക്കുന്ന ഓവറിയൊക്കെ ലോ ലെവലിൽ പല വർക്കുകളും ചെയ്യുന്നുണ്ട്. ഈവൻ യൂട്രസിൽ നിന്ന് ഈവൻ നമുക്കിപ്പം മക്കൾക്ക് പോലും എന്തെങ്കിലും ഒരു ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ സെറോഗേറ്റായിട്ട് മദറിന് ചെയ്യാൻ പറ്റും ഇഫ് യൂട്രസ് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് യൂട്രസ് ആവശ്യമില്ലാത്ത ഒരു ഓർഗനാണെന്നുള്ള നിലയിൽ നമ്മൾ എടുത്തു കളയാതിരിക്കുക. അതിൻ്റെ സർജറിയുടെ സൈഡ് ഇഫക്റ്റിൻ്റെ കൊണ്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അതുപോലെ അത് ആ ഓർഗന് എപ്പോഴാണേലും ഏജ് ആയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കുറച്ച് ഫങ്ഷൻസ് വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, അതായത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറിനാണേലും ഞാൻ നേരത്തെ പറഞ്ഞാൽ പല രീതികളുണ്ട്. നമ്മുടെ സെൽഫ് പാൽപേഷൻ ഉണ്ട്, നമ്മുടെ മാമോഗ്രഫി ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, പിന്നെ ട്യൂമർ മാർക്കറുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എൻഡോമെട്രിയൽ ക്യാൻസറിനുണ്ട്. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി കാണുകയാണെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് നമ്മൾ മെനപ്പോസ് വരെ നമ്മൾ പീരിയഡ്സ് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കണ്ടേ, ഒബേസിറ്റി, ഓവർ വെയിറ്റ് വരുന്നുണ്ടോ, ഒബേസിറ്റി വരുന്നുണ്ടോ, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഇതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ക്യാൻസർ എത്തിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇത്തരം ചേഞ്ചസ്, ഈവൻ ESRും ബ്ലഡ് കൗണ്ടും ഒക്കെ കൂടാൻ തുടങ്ങി, അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കൂടെ കഴിഞ്ഞ് ഇത്രയേ നമ്മൾ ക്യാൻസറിലേക്ക് പോകുള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാൻസറിലേക്ക് പോകുന്നത് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഏർലി ഡിറ്റക്ഷൻ കൊണ്ടൊരു പ്രയോജനമുള്ളൂ. അല്ലാതെ ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് ഉടനെ യൂട്രസോ അല്ലെങ്കിൽ ബ്രസ്റ്റോ എടുത്ത് കളയുക, പിന്നെ കീമോതെറാപ്പി ചെയ്യുക, റേഡിയേഷൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം, അപ്പോൾ നമ്മൾ ആദ്യം യൂട്രസ് എടുത്ത് കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നം വന്നു, പിന്നെ കീമോതെറാപ്പി എടുത്തു, അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് കീമോതെറാപ്പി ഒക്കെ കഴിയുന്ന പേഷ്യൻ്റ് ഒന്നെങ്കിൽ വീണ്ടും റെക്കറൻസ് വന്ന് മരിക്കും, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല, വെരി ഏർലി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി അവർ പിന്നെ വരാതിരുന്നെന്നിരിക്കും. ഒരുപക്ഷെ അത് വെറി ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ചിലപ്പോൾ തന്നെ മാറിയെന്നിരിക്കും. ഇന്നിപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഒരു 20-25 years ആയിട്ടാണ് ഇത്ര അഗ്രസീവായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സ്റ്റഡീസ് പോലും ഇന്ന് വരെ വന്നിട്ടില്ല ഏർലി ഡിറ്റക്ട് ചെയ്തത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുമോ എന്നുള്ളതിനെക്കുറിച്ച് ആക്റ്റീവായിട്ടുള്ള സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ പല പേഷ്യൻസും ചെയ്തിട്ട് സർജറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ട് അവർക്ക് പിന്നെ പ്രോഗ്രസ് ചെയ്യാതിരിക്കുന്ന
കാര്യങ്ങളും കാണാറുണ്ട്. ഇപ്പം പല ടൈപ്പ് ഓഫ് ക്യാൻസർ മുഴകൾക്കും അങ്ങനെ കാണാറുണ്ട്. അതുപോലെ ആദ്യം ചെയ്തപ്പം അതുണ്ടായിരുന്നു, പിന്നെ ബയോപ്സിയുടെ ഡീറ്റെയിൽഡ് എടുത്തപ്പം നെഗറ്റീവ് ആകുന്നതും ഒക്കെ കാണാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോഡിക്ക് തന്നെ അതിന് ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വെരി ഏർലി കണ്ടുപിടിച്ചു, ഞാൻ യൂട്രസും അല്ലെങ്കിൽ ബ്രസ്റ്റും ഒക്കെ എടുത്തു കളഞ്ഞു, രക്ഷപ്പെട്ടതാവണമെന്ന് നിർബന്ധമില്ല. അവരുടേത് മൈൽഡ് ഇതായതുകൊണ്ട് പിന്നെ വരാതിരുന്നതായിരിക്കും. ഈവൻ നമ്മൾ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ ഉള്ളവരെ നമ്മൾ ഈവൻ ഫസ്റ്റ് സ്റ്റേജിലുള്ളവരെ പലർക്കും റിപ്പീറ്റഡ് റെക്കറൻസ് വരുന്നതും ഈവൻ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാലും വരാറുണ്ട്. അതും കഴിഞ്ഞ് മൾട്ടിപ്പിൾ കീമോ കഴിഞ്ഞിട്ട് പലപ്പോഴും പേഷ്യൻ്റ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവർ പലപ്പോഴും ഒന്നെങ്കിൽ മറ്റ് ക്യാൻസർ, ആ ക്യാൻസർ ബ്രസ്റ്റിൻ്റെ ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും വേറെ ക്യാൻസർ വരുമോ, അല്ലെങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ, മൾട്ടിപ്പിൾ കോസ് ഓഫ് കീമോതെറാപ്പി എടുത്തു കഴിയുമ്പം നമ്മൾ ബ്ലഡ് സെൽസ് കുറയാൻ തുടങ്ങും. നമ്മൾ ബ്ലഡ് കൗണ്ട്, അത് WBCs ആവാം, ചിലർക്ക് WBCs കുറഞ്ഞു പോയി, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയി, ഇൻഫെക്ഷൻ വന്നു മരിക്കാം. ചിലർക്ക് ഹീമോഗ്ലോബിൻ തന്നെ അങ്ങ് കുറഞ്ഞു പോയി റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരാം. പിന്നെ ചിലരുടെ പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും. 3 തരം സെൽസ് ആണല്ലോ ഉള്ളത്, വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ, ചുമന്ന രക്താണുക്കൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ് ക്ലോട്ട് ആകുന്നത്. ചിലർക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഏതിലേക്കും വന്ന് പാൻസൈറ്റോപീനിയയിലേക്ക് പോവാം. അവസാനം ഈ കീമോതെറാപ്പിയുടെ എല്ലാം സൈഡ് എഫക്റ്റ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രൈൻ ക്യാൻസറോ മാറിയാലും അവസാനം ഈ പാൻസൈറ്റോപീനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് സെൽസിൻ്റെ കുറവ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വന്നാകും മരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് 50 years ആയിട്ട്, പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു 50 years ആയിട്ടാണ് നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി വന്നത്. പക്ഷെ അതിനകത്തുനിന്നുള്ള നമ്മൾ ഈ ബെനിഫിറ്റ്സ് നോക്കുമ്പം പലപ്പോഴും നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കണക്ക് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം അതും തന്നെ പലപ്പോഴും നമ്മൾ 3rd ഉം 4th ഉം ഒക്കെ വരുമ്പോഴേക്കും 5 year സർവൈവൽ എൻ്റെ കണക്കാണ്. 5 year സർവൈവൽ 50%, 60%. അത് ഓരോ ക്യാൻസറിൻ്റെയും അതിൻ്റെ ആ സ്റ്റേജും ഹിസ്റ്റോപത്തോളജിയുടെ അനുസരിച്ച് ഗ്രേഡ്, ഇപ്പോൾ ഓരോ സെല്ലിൻ്റെ ഗ്രേഡ്, ഇതൊക്കെ അനുസരിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇൻ ഇഫക്റ്റ് പലപ്പോഴും ലൈഫ് എക്സ്പെക്റ്റൻസി കുറച്ച് കൂടുന്നുണ്ടോ എന്ന് തന്നെ നമുക്കിപ്പോഴും അറിയില്ല. കാരണം ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡീസ് കൊടുത്തവരും കൊടുക്കാത്തവരെയും വെച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത നമ്മളിപ്പം ജസ്റ്റ് ഒരു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പലപ്പോഴും ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്താലും അവർ പല കോംപ്ലിക്കേഷൻസും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒത്തിരി സഫർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു ക്യാൻസറിനെ കുറിച്ച് നമ്മളതിൻ്റെ ഒരു ഇതിലെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഏതാണെങ്കിലും വെരി ഡിസ്ട്രക്റ്റീവാണ്. അപ്പോൾ അത് ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് ജീവിതശൈലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിവെൻഷൻ ആണേലും ഏർലി ഡിറ്റക്ഷൻ ആണേലും നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാവുന്ന ഏർലി ഡിറ്റക്ഷൻ പ്രൊസീജിയേഴ്സ് ഒന്ന് ബ്ലഡ് ടെസ്റ്റുകളാണ്, ട്യൂമർ മാർക്കേഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ അത് തന്നെ പൊയ്ക്കുള്ളൂ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് CA-125 ലേഡീസിന് കാണുന്നത്, അതുപോലെ ഈവൻ PS ജെൻസിൻ്റെ ക്യാൻസറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കൂടിയവർക്കും നമുക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കുറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അഗ്രസീവ് കീമോതെറാപ്പി റേഡിയേഷനിലേക്ക് പോകാനില്ല. നമ്മൾ ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുകയോ ക്യാൻസർ ഉണ്ടെന്ന് ഏർലി ഡിറ്റക്ഷൻ തോന്നുന്നു, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി കോമ്പോസിഷൻ, എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കളയാം, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ വയ്ക്കാം. പക്ഷെ നമ്മൾ 4th സ്റ്റേജ് ആണെങ്കിലും കണ്ടുപിടിച്ചാൽ എന്നുള്ളതായിരിക്കും പലരും ചിന്തിക്കുന്നത്. പലപ്പോഴും ക്യാൻസർ നമ്മൾ നേരത്തെ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഈ ഓവേറിയൻ ക്യാൻസറും പല ക്യാൻസറുകളും നമ്മൾ 4th സ്റ്റേജ് ആയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ 3rd സ്റ്റേജ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പ്രെഡ് വന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ കീമോതെറാപ്പിയും അങ്ങനെ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ബേസിക്കലി അങ്ങനെ ഇപ്പം നമുക്ക് എടുക്കാവുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ കീമോതെറാപ്പി റേഡിയേഷനോ ഒരു മോഡറേറ്റ് ആയിട്ട് എടുക്കുന്നതിൽ ഇത് വരുന്നില്ല. പക്ഷേ അതിപ്പോൾ 4th ആണെങ്കിൽ പലപ്പോഴും റേഡിയേഷനോ കീമോതെറാപ്പി കൊണ്ടൊന്നും വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പം നമ്മൾ ഏറ്റവും മിനിമൈസ് ചെയ്ത് നമ്മൾ ഡിസ്കംഫോർട്ട്സ് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത്. പലപ്പോഴും ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ അതുവരെ രോഗിക്ക് വലിയ പ്രശ്നം കാണില്ല.
ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അവരുടെ ഡിസ്കംഫോർട്ടുകളും, കാരണം ഈ മരുന്നുകളുടെ എല്ലാം സൈഡ് ഇഫക്റ്റ് വരുമ്പോഴായിരിക്കും പലപ്പോഴും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മൾ 4th സ്റ്റേജൊക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമൈസ് ചെയ്യാനും നമ്മൾ നമ്മുടെ ഡിസ്കംഫോർട്ട്സ് കുറയ്ക്കാനായിട്ട് ക്ലിനിക്കൽ സപ്പോർട്ടും പാലിയേറ്റീവ് കെയറും എടുക്കുക, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കുക. അപ്പോൾ ആ ഡിസ്കംഫോർട്ടുകൾ കുറച്ചുകൊണ്ട് വരാൻ ഡെഫിനറ്റ്ലി പറ്റും. പിന്നെ നമ്മൾ ഈ ലൈഫിലാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ 60 വയസ്സും 70 വയസ്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അഗ്രസീവ് ഇതിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാതെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും വ്യത്യാസങ്ങൾ കിട്ടും. അപ്പോൾ അത് ബ്ലൈൻഡായിട്ട് എടുക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇത്തരം രോഗികൾക്കെല്ലാം തന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെ സ്വയം നോക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടും കൂടെ എടുത്ത്, അപ്പോൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ഈ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇനി പാരാമീറ്റേഴ്സ് കൂടിയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്യൂമർ മാർക്കേഴ്സ് നോക്കി അല്ലെങ്കിൽ പെറ്റ് സ്കാൻ നോക്കിക്കൊണ്ട് അതിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മെൻ്റലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മനുഷ്യർ അതിനൊരു എൻഡുണ്ട്. ഇപ്പം നമ്മൾ 70-ാം വയസ്സിലും 80-ാം വയസ്സിലും ഒക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ലോ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വീണ്ടും ഒത്തിരി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതിനേക്കാളും കൂടുതൽ ആ ഉള്ള ലൈഫ് നമ്മൾ ക്വാളിറ്റി ആയിട്ട് കംഫർട്ടബിളായിട്ട് പോകാനും, അപ്പോൾ അതിൽ നമ്മുടെ എൻഡ് എത്താറായി എന്നുള്ളത് മനസ്സിലാക്കി നമ്മളൊരു കംഫർട്ടബിളായിട്ട് അതിലേക്കുള്ളൊരു പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്. ശരിക്കും അതിലൊക്കെ വേണ്ടി വരുന്നത് ശരിക്കും ഇപ്പം നമ്മൾ ഈ NDE സ്റ്റഡീസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡീസും ഒക്കെ കാണിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ പല വെസ്റ്റേൺ കൺട്രീസ്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ കുറേ സ്റ്റഡീസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ അവിടെയൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് റിവൈവ് ചെയ്യുന്നവരുടെ എണ്ണം ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിയർ ഡെത്ത്, അതായത് നമ്മളതായത് ക്ലിനിക്കലി ഡെഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരാളുടെ 2 പേരുടെ അല്ല, അവരുടെ കുറേ ആൾക്കാരുടെ സ്റ്റഡീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിരിക്കുന്നത് ജസ്റ്റ് വെറുതെ സ്പെക്കുലേഷൻ പോലെയുള്ള സ്റ്റഡീസ് അല്ല. ഇത് കാർഡിയോളജിസ്റ്റും അതുപോലെ റേഡിയേഷൻ ഓൺകോളജിസ്റ്റൊക്കെ പോലെയുള്ളവർ ചെയ്തിരിക്കുന്നതാണ്. അതിലൊക്കെ അവർ പറയുന്നത്, അവർ മരണത്തെക്കുറിച്ച് പറയുന്നത് വളരെ ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആണ്, അവർക്ക് ഒരു റിലീഫായിട്ടാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ഫിയർ നമ്മൾ ഒഴിവാക്കി, അപ്പം ഒരു 4th സ്റ്റേജ് ക്യാൻസർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫിയർ മാറ്റി കറക്റ്റ് ചെയ്യുന്നവർക്ക് പലർക്കും ഈ ക്യാൻസറിൽ നിന്ന് തന്നെ മാറാൻ പറ്റുന്നുണ്ടെന്നാണ്. ഇപ്പം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ തിരിച്ചു വന്നവർക്ക് അവർക്ക് പിന്നെ ആ മരണത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലെന്നായി. അവർക്ക് ചിലരുടെയൊക്കെ ക്യാൻസർ തന്നെ ക്യൂർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ഏത് കാര്യത്തിലാണേലും നമുക്കൊരു എൻഡ് സ്റ്റേജ് ഡിസീസാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡീസും അങ്ങനെയുള്ളവരുടെ എക്സ്പീരിയൻസും ഒക്കെ പഠിക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് ഒത്തിരി മെൻ്റലി ഒത്തിരി അവർക്ക് ആ ഒരു പ്രിപ്പറേഷനും അവരുടെ ഫിയറും എല്ലാം പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഉള്ള പേഷ്യൻസൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം പ്രത്യേകിച്ച് ക്യാൻസറിന് പാലിയേറ്റീവ് കെയർ എടുക്കുന്നവരൊക്കെ ആ കാര്യത്തെക്കുറിച്ചും കൂടെ മനസ്സിലാക്കുകയും നമ്മൾ അങ്ങനെ ഒരു മെൻ്റലി ഒരു പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യുന്നതും ഒത്തിരി നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ സഹജമായ ക്യാൻസറുകൾ, സ്തനത്തെയും ഗർഭാശയത്തെയും അണ്ഡാശയത്തെയും ഒക്കെ ബാധിക്കുന്ന ക്യാൻസറുകൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ഇത്തരം ക്യാൻസറുകൾക്കായി ചെയ്യുന്ന ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ഇമ്യൂണോതെറാപ്പിയും ഒക്കെ വേണ്ടി വരുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ചികിത്സയിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ ഓർ ചികിത്സ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ആയി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ഇത്തരം ചികിത്സകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം
ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ചികിത്സയ്ക്ക് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുൻപ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും ഹോർമോണുകളുടെയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധന നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണങ്ങളുണ്ട്. ക്യാൻസറും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളും ഉള്ള രോഗികൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാറുള്ളതെന്നാണ്. നമ്മൾ വെരി ഏർലി ഡിറ്റക്ഷൻ, നമ്മളിപ്പോൾ ഏത് രോഗത്തിൻ്റെ, ഇപ്പം തൈറോയിഡിൻ്റെ ആണെങ്കിലും ഡയബറ്റീസിനാണെങ്കിലും വരുന്ന പേഷ്യൻസിനാണെങ്കിലും നമ്മൾ ചില ട്യൂമർ മാർക്കേഴ്സും കൂടെ നോക്കും. കാരണം മിക്കവാറും ഇതെല്ലാം 40 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ അവർ നമ്മളൊരു ട്യൂമർ മാർക്കർ പാനലായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ പല ബ്രസ്റ്റിൻ്റെ ഇതുണ്ട്,
യൂട്രസിൻ്റെ ഉണ്ടാവും, CA-125 ഉണ്ടാവും, CA-19.9, പിന്നെ അതുപോലെ കോളൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ, CA, ഇങ്ങനത്തെയൊക്കെ പല ലേഡീസിൻ്റെ അതിൽ ആണ്. പിന്നെ ജെൻസിനാണ് PSA, അതുപോലെ പ്രോസ്റ്റേറ്റ് ഓറിയൻറ്റഡ് നോക്കും. അതിൽ പലരുടെയും നമ്മൾ, അതായത് അവർ വന്നിരിക്കുന്നത് ക്യാൻസറിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ അവരുടെ ഡയബറ്റീസോ ആർത്രൈറ്റിസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളായിരിക്കും. പക്ഷെ രോഗങ്ങളുള്ളവരാണ് യൂഷ്വലി, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവരാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് മൾട്ടിപ്പിൾ മരുന്നുകളും കഴിക്കുന്നവരായിരിക്കും. അവർക്ക് മരുന്നിൽ നിന്ന് മോചനം നേടണം. അല്ലെങ്കിൽ യൂഷ്വലി പിന്നെ വരുന്നവർ കൂടുതലും ഈ പല മരുന്നുകളും എടുത്തു, ആയുർവേദവും ഹോമിയും മോഡേൺ മെഡിസിനും ഒക്കെ എടുത്തിട്ടും പറ്റാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ഒക്കെ പറഞ്ഞവർക്ക് ചെയ്യേണ്ടെന്നുള്ളവർ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടും പറ്റാത്തവർ, ഇത്രയൊക്കെ പേഷ്യൻസാണ് യൂഷ്വലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുന്നത്. അപ്പം നമ്മളിതെല്ലാം നമ്മൾ ബേസിക്കലി എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. പിന്നെ നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കാണുന്നത് പോലെയല്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് പുറമേ കാണുമ്പോൾ പല രോഗങ്ങളും എൻഡ് സ്റ്റേജ് ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് കാണുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ കിഡ്നിക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു നിലയിൽ മാത്രമേ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏർലി നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്. ബ്ലഡ് ടെസ്റ്റുകൾക്കകത്ത് നമുക്ക് ഈ ക്യാൻസറിൻ്റെ എല്ലാം തന്നെ പലതും നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ ഓൾറെഡി ഇപ്പം, അതായത് ഈ ട്യൂമർ മാർക്കേഴ്സ് പോടാൻ തുടങ്ങി, അവിടെ ഒരു വലിയ ട്യൂമറൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ തന്നെ എയിം ചെയ്യുന്നത് ഫൈനലി ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യും, അതുപോലെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യും, മെറ്റബോളിസം കറക്റ്റ് ചെയ്യും, ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യണം. ഇപ്പം ഈ സ്ത്രൈണ ഹോർമോണുകളുടെ പ്രശ്നം കൊണ്ടാണ് യൂട്രൈൻ ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും ഒക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം കറക്റ്റ് ആകുന്നതോടുകൂടി ഈ ട്യൂമർ മാർക്കേഴ്സും കൂടെ കറക്റ്റ് ആകുന്നുണ്ടെന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് പേഷ്യൻറ്റിന് ക്യാൻസറിനോ ബ്രസ്റ്റ് ക്യാൻസറിനോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറിനോ കൂടെ പോസിബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ആ ക്യാൻസറും കൂടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ ഇതിൽ നമ്മൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ 100% നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഈ ക്ലിനിക്കൽ സപ്പോർട്ട്. കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ മരുന്ന് നിർത്തിവെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷുഗർ കൺട്രോൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അത് അത്ര സ്പെസിഫിക് ആയിട്ട്, അപ്പം ഡയബറ്റീസിൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മാറുമ്പോൾ തന്നെ ഈ ഷുഗറും ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന് ഇൻസുലിനും കൂടുതലായിരിക്കും. ഇൻസുലിൻ കൂടുതലുള്ളപ്പോഴും ക്യാൻസർ പോസിബിലിറ്റി കൂടുതലാണ്. ഇതൊക്കെ മാറുമ്പോൾ തന്നെ ഈ ട്യൂമർ മാർക്കേഴ്സും കൂടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കൂടുതൽ കാണുന്നതും അത് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, ശരിക്കും ഐഡിയൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് അത് മാറുന്നതാണ് കാണുന്നത്. നെക്സ്റ്റ് വേറൊരു സ്റ്റേജ് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കീമോതെറാപ്പിയൊക്കെ എടുത്തു, അത് കഴിഞ്ഞിട്ടും ഗ്രോത്ത് ഉള്ളത് ഒന്ന്, അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ്ങും ആകെ പ്രോബ്ലംസ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അവർക്കിനി ഒന്നും കീമോതെറാപ്പി എടുക്കാനില്ല, ഒന്നും കൊണ്ട് കാര്യമില്ല എന്നുള്ള നിലയിൽ അങ്ങനത്തെ പേഷ്യൻസ് പോലും, അതായത് 3-4 വർഷമായിട്ട് 2-3 വർഷം കൊണ്ട് കുറേ കോഴ്സ് കീമോതെറാപ്പി എടുത്തു, ഇനി ഒന്നും ചെയ്യാനില്ലാത്ത നിലയിൽ വരുന്ന പേഷ്യൻസിന് പോലും നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും ഇതൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഒത്തിരി കീമോതെറാപ്പിയൊക്കെ എടുത്തിരിക്കും നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റി. ഇപ്പം CA-125 യൂട്രസിൻ്റെ ആണെങ്കിൽ ഓവറിയുടെ ആണ്, അതാണ് നമ്മളെപ്പോഴും മാർക്കറായിട്ട് എടുക്കുന്നത്. അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാലും പേഷ്യൻ്റ് അവസാനം ഇത്ര കുറേ കഴിഞ്ഞവരൊക്കെ മിക്കവാറും ഈ ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ്, ബോൺ മാരോ ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം പലപ്പോഴും ഈ പാൻസൈറ്റോപീനിയ അല്ലെങ്കിൽ രക്തക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ബ്ലീഡിങ് വന്ന് അങ്ങനെയാണ് ശരിക്കും മരണത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏർലി ഡിറ്റക്ഷൻ സ്റ്റേജിൽ തന്നെ, അതായത് ഒരു ഒരു സ്കാനിലോ ബയോപ്സിയിലോ ഒന്നും കണ്ടുപിടിക്കാൻ എത്താത്ത സമയത്ത് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കണ്ടുപിടിച്ചിട്ട് അത് റിവേഴ്സ് ചെയ്യുക. ട്യൂമർ മാർക്കേഴ്സ് പോസിറ്റീവായ, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പോസിറ്റീവ് ആകുന്ന സമയത്ത് തന്നെ അതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തവർക്കും പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ആ ഓർഗനും എടുത്ത് കളഞ്ഞ് കീമോതെറാപ്പി റേഡിയേഷനും ചെയ്യാതെ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് പലരും ആരും വില്ലിങ് ആകുകയായിരുന്നുള്ളൂ. അത്രയും കൂടെ അത്ര ഫിയറാണ്. ശരിക്കും ഐഡിയലി നമ്മളൊരു ക്യാൻസർ സസ്പെക്ട് ചെയ്ത് ഈവൻ ഒരു ബയോപ്സി ഒരു ചെറുത് ഉണ്ടെങ്കിൽ തന്നെ
നമ്മൾ ആ ടെസ്റ്റുകളും ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാം. ഇതിന് വൺ മന്തോ തന്നെ നമുക്ക് വീണ്ടും ഇപ്പം CT സ്കാനോ പെറ്റ് സ്കാനോ ഒക്കെ ചെയ്ത് നോക്കാമല്ലോ. ഈവൻ ട്യൂമർ മാർക്കേഴ്സ് ഉള്ളതാണ്, വളരെ ഈസിയാണ്. ട്യൂമർ മാർക്കേഴ്സ് കുറയുന്ന എവറി വീക്ക് നമുക്ക് നോക്കാം, കാരണം ബ്ലഡ് ടെസ്റ്റാണ്. അപ്പം അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏർലി ഡിറ്റക്ഷൻ വന്ന് നമ്മൾ ഓവർ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഇപ്പം പല സ്റ്റഡീസും പല ഇതൊക്കെ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഓവർ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ സഫറിങ് കൂടുകയാണ് ചെയ്യുന്നത്. ശരിക്കും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ മനുഷ്യൻ്റെ സഫറിങ് കുറയ്ക്കുന്നതിനാണ്. പക്ഷെ പലപ്പോഴും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്ട്രീം ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ സഫറിങ് കൂട്ടുകയാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല, കാരണം ഒരു ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡീസ് ഒന്നും നടക്കാത്തതുകൊണ്ട് പലപ്പോഴും ഈ സഫറിങ് കൂട്ടുക. കാരണം ഒരു സിംറ്റവും അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത ഒരാൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതായത് കീമോതെറാപ്പിയും റേഡിയേഷനും ഇതിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവരുടെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആകണം. അതായത് അവരുടെ പേഷ്യൻസ് തന്നെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിന് അത് പറയാൻ പറ്റില്ല, ഹോസ്പിറ്റലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ടെന്നുള്ള ഓപ്ഷൻ പറയാൻ. പക്ഷെ നമ്മൾ വേണം അവനവന് എന്ത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. കീമോതെറാപ്പി എടുക്കുമ്പോഴും റേഡിയേഷൻ എടുക്കുമ്പോഴും സർജറി എടുക്കുമ്പോഴും അതുകൊണ്ട് വരാവുന്ന സൈഡ് എഫക്ട്സും കൂടി ചോദിച്ച് മനസ്സിലാക്കി, അതുപോലെ തന്നെ അതുകൊണ്ട് മാറുമോ എന്നും കൂടെ ചോദിക്കുക. ഇതുകൊണ്ട് ഡോക്ടർ ഇത് മാറുമോ, അല്ലെങ്കിൽ ഇത് മാറിയില്ലെങ്കിൽ വാട്ട് വിൽ ഇസ് ദ നെക്സ്റ്റ് എന്നും കൂടി ചോദിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അപ്പം നമ്മൾ ഓവർ ഒരു ഫിയറിലേക്ക് പോകാതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനെന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.